ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എൻ്റെ ദുബായ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് ശേഷം 1 year ആയി. ആൻഡ് ഐ എം ഗോയിങ് ടു അനദർ ഇൻ്റർനാഷണൽ ട്രിപ്പ് വിത്ത് മൈ മോം ആൻഡ് സിസ്റ്റർ. വി ആർ ഓൾ സെറ്റ് ടു ഗോ. ആൻഡ് ഇന്നല്ല ഫ്ലൈറ്റ്, നാളെയാണ് ഫ്ലൈറ്റ്. ആൻഡ് ഫ്രം ബാംഗ്ലൂർ വി ആർ ട്രാവലിംഗ് ടു ബാംഗ്ലൂർ ടുഡേ ആൻഡ് ബൈ ബസ്. ആൻഡ് നാളെ രാവിലെ നമുക്ക് ഫ്രം കണ്ണൂർ ടു ബാംഗ്ലൂർ only 6 hours. ഇറ്റ് only takes 6 hours to reach. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും സ്റ്റേ ഇല്ല, ജസ്റ്റ് ഫോർ ഫ്രഷ് അപ്പ് ലൈക്ക് ഫ്യൂ hours ഐ വിൽ ബി സ്പെൻഡിങ് ദർ. അങ്ങനെ അതിനുശേഷം അറൗണ്ട് 4 o'clock വിൽ ബി ട്രാവലിംഗ് ടു കെമ്പഗൗഡ. അവിടുന്നാണ് ഫ്ലൈറ്റ്. ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ്, സൂപ്പർ നെർവസ് ഓൾസോ ബിക്കോസ് ഐ ആം റെസ്പോൺസിബിൾ ഓഫ് മൈ സിസ്റ്റർ ആൻഡ് മോം ആൻഡ് ഐ പ്ലാൻ ദ ഹോൾ itinerary by myself. It's all set, everything is packed, and yeah, all set. അങ്ങനെ ഡ്രൈവർ വന്നു, നമ്മളെ കൊണ്ടാക്കി. ബാക്കി വിശേഷം വഴിയെ മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ മലേഷ്യയിൽ പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിംഗ് കൂടെ ചെയ്യുന്നതാണ്, ലാസ്റ്റ് ഷോപ്പിംഗ്. എന്തായാലും നമുക്കിവിടെ ഒരു 4-5 hours കൂടി നമുക്ക് ഷോപ്പിംഗ് കൂടെ പോകാം. ഫോട്ടോ ബൂത്തിലാണുള്ളത്. സെലക്ട് ടാം. Are you guys ready? Yes. പാസ്പോർട്ട് വെച്ചിരിക്കാം. ഈ സമയം നമ്മൾ സെക്യൂരിറ്റി ചെക്കിനും ഇമിഗ്രേഷനും കഴിഞ്ഞു, സക്സസ്ഫുൾ. ഇനി ഉള്ളിൽ പോകും. ഒറിജിനലാട്ടോ.
ഇപ്പോൾ 10:52 ആയി. നല്ല ടയേർഡാണ്, ഭയങ്കര ടയേർഡായി. കാരണം ഇത് ഫുഡ് എയർപോർട്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ പോയി സാൻഡ്വിച്ച് കഴിച്ചു, ഒരു രസമില്ല. ഫസ്റ്റ് ടൈം വന്ന് ബട്ടിക് എയർലൈൻസിൽ പോകുന്നത്. നോക്കാം എക്സ്പീരിയൻസ്. ഞാൻ മുമ്പ് സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഷുഗറും കോഫിയും മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ട് ചായ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇവിടെ ചായക്ക് നല്ല റേറ്റാണ് ഫ്ലൈറ്റിൽ. Airport Terminal 1. The local time now is 15 minutes to 6 in the morning. ഫൈനലി നമ്മൾ കോലാലംപൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭയങ്കര ടർബുലൻസ് ഉള്ളൊരു ഫ്ലൈറ്റായിരുന്നു നമ്മളുടേത്. നമ്മളിപ്പോൾ വാഷ്റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഫ്രഷപ്പായി. ഇപ്പോൾ നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ ബെൽറ്റിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുവാണ്. ഭയങ്കര ടയർഡാണ്, വെരി എക്സോസ്റ്റഡ്. നോക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ബാഗ് കളക്ട് ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു നെറ്റ് സിം എടുത്തായിരുന്നു, സിം എടുത്തായിരുന്നു. ബട്ട് അത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വർക്ക് ആവുന്നില്ല. അവർ പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെറ്റ് ഓണാക്കി ഓഫാക്കിയൊക്കെ അത് വർക്കാവുമെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. സോ അതിന് വീണ്ടും 1000 rupees ഞാൻ കൊടുത്തു. ഇവിടെ ഇനി വീണ്ടും ഞാൻ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ, എനിക്ക് അറിയില്ല. നമ്മൾ പണി കിട്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കാം. എല്ലാവരും നല്ല ടയർഡാണ്, ഉറങ്ങിയിട്ടില്ല. ഓവർ നൈറ്റ് ഫ്ലൈറ്റ് അല്ലേ, അതുകൊണ്ട്. ഇമിഗ്രേഷൻ കൗണ്ടർ. അങ്ങനെ നമ്മളെ ബാഗൊക്കെ കിട്ടി. ഇമിഗ്രേഷൻ നല്ല ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ കട്ട് ചെയ്ത് നമുക്ക് തന്നു. നമ്മുടെ അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയത്. അങ്ങനെ അത് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. It was simple. They just asked how many days I'm going to be here. So that's it. Now I'm just going to the exit. I'm very excited because this is my second international trip with my mom and sister. Okay. നമ്മൾ ഇപ്പോഴും എയർപോർട്ടിൽ തന്നെയാണുള്ളത്. സമയം 8:02. നാട്ടിലിപ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? 6:30 അല്ലേ? 5:30 അല്ലേ? 5:30. 2.5 hours ബാക്കോട്ടല്ലേ? അതെ, 5:30. അപ്പോൾ ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ കാണുന്ന ആൻറ്റി എൻ്റെ മുടി കോംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. ആ ആൻറ്റി എന്നെ കുറേ കോംപ്ലിമെൻറ്റ് ചെയ്തു. ബൈ ആൻറ്റി, ബൈ ബൈ. റെക്കോർഡിങ് ഓക്കെ നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഫുഡ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ലൈക്ക് നൂഡിൽസ് ടൈപ്പാണ് ഉള്ളത്. നമുക്ക് നല്ല പുട്ടും കടലയും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ദോശ, ചമ്മന്തി, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അതായത് മലേഷ്യയിൽ വന്നാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നടുക്കളിൽ പോയാലും ചേരേനെ തിന്ന് നാട്ടിൽ വന്നാൽ നടുക്കഷ്ണം തിന്നാം. അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഞാൻ തോന്നുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് നോക്കാം.
ബിജു കെഫേയിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പുത്രാജയിലാണ്, വന്നോളൂ. നല്ല ഫുഡാണ്, റീസണബിൾ. ഞാൻ 2 മസാല ദോശയും 2 ചായക്കും 16 റിഗറ്റ്സ് ആയത്. 16. സോ കമ്പാരിറ്റീവ്ലി റീസണബിൾ. അത് നല്ല വലിയ മസാല ദോശയായിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് പുത്ര മോസ്കിലാണ് പോകുന്നത്. പുത്ര മോസ്കിൽ ഐ ഹോപ്പ് അവിടെ ഫ്രീ എൻട്രിയാണ്, ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മൾ ഇതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് പോകുന്നത്, കാരണം എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ്. ബിക്കോസ് ഹോട്ടൽ ചെക്ക് ഇൻ ഓൾമോസ്റ്റ് 2 o'clock ആണ് ഹോട്ടൽ ചെക്ക് ഇൻ. അപ്പോൾ അതുവരെ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പുത്ര മോസ്ക് പോകുന്നു. പിന്നെ ഒരു ചൈനീസ് ടെമ്പിളും കൂടി ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ കവർ ഇറ്റ്, ബട്ട് ലെറ്റ്സ് സീ.